നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ട്. കൊടുങ്ങല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ബസ്സിലിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശൃംഗപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പൊയ്യ പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ നെൽകൃഷിക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അവതരിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇടിവ്. 120 രൂപ കുറഞ്ഞ് 1 പവൻ സ്വർണത്തിന്റെ വില 65,720 രൂപയായി. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 8,215 രൂപയായി. വാർത്തകൾ വിശദമായി. കൊടുങ്ങല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ബസ്സിലിടിച്ച് അപകടം. ബസ് യാത്രക്കാരായ 6 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശൃംഗപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. കൊടുങ്ങല്ലൂരിൽ നിന്നും പറവൂരിലേക്ക് യാത്രക്കാരുമായി പോകുകയായിരുന്ന ജയലക്ഷ്മി എന്ന ബസ്സിൽ എതിരെ വന്ന കാർ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ കാറിന്റെ മുൻഭാഗം തകർന്നുവെങ്കിലും യാത്രക്കാർക്ക് പരിക്കില്ല. കാർ ഓടിച്ചിരുന്നയാൾക്ക് തലചുറ്റൽ അനുഭവപ്പെട്ടതിനെ തുടർന്നാണ് അപകടം സംഭവിച്ചതെന്നാണ് സൂചന. തരിശുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ നെൽകൃഷിക്ക് ഊന്നൽ നൽകിയുള്ള 2025-26 സാമ്പത്തിക വർഷത്തെ പൊയ്യ പഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചു. 34,31,31,049 രൂപ വരവും 33,70,32,384 രൂപ ചെലവും 65,98,665 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റ് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അവതരിപ്പിച്ചു. ഫണ്ടും സംസ്ഥാനാവിഷ്കൃത ഫണ്ടും ഒഴികെ മറ്റ് ആവശ്യങ്ങൾക്കുള്ള ഗ്രാന്റുകളും ഫണ്ടുകളും വിഹിതങ്ങളും 66 ലക്ഷം. മറ്റ് സർക്കാർ ഏജൻസിയിൽ നിന്നുള്ള ഗ്രാന്റുകളും ഫണ്ടുകളും വിഹിതങ്ങളും 1,25 ലക്ഷം. സംയോജിത പദ്ധതികൾക്കുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി വിഹിതം 5,75 ലക്ഷം. മറ്റ് പ്രത്യേക ഉദ്ദേശ പദ്ധതികൾക്കുള്ള ഗ്രാന്റുകളും ഫണ്ടുകളും വിഹിതങ്ങളും 15 ലക്ഷം. ടോട്ടൽ 15,90,68,000. ഉത്പാദന മേഖല 1,45,82,895 രൂപ. സേവന മേഖല 12,14,97,492 രൂപ. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 3 കോടി. പബ്ലിക് ക്രിമിറ്റോറിയം 1 കോടി എന്നിങ്ങനെയാണ് ബജറ്റിൽ വകയിരുത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് ഡെയ്സി തോമസ് അധ്യക്ഷത വഹിച്ച ബജറ്റ് അവതരണ യോഗത്തിൽ പഞ്ചായത്ത് അംഗങ്ങൾ, പഞ്ചായത്ത് ഉദ്യോഗസ്ഥർ, നിർവഹണ സമിതി ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ചെയർമാൻ മഹല്ല് യുവജന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ സബ് ഇൻസ്പെക്ടർ സലീം ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് റഫീഖ് സാഹിബ് അധ്യക്ഷനായി. എക്സൈസ് ഓഫീസർ ബാലസുബ്രഹ്മണ്യൻ ക്ലാസ് നയിച്ചു. ഡോക്ടർ മുഹമ്മദ് സലീം നദ്വി, അബ്ദുൽ അസീസ് നിസാമി, കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KS കൈസാബ്, മഹൽ സെക്രട്ടറി ബഷീർ, ഇബ്രാഹിം എന്നിവർ സംസാരിച്ചു. ലഹരി വിൽപ്പനയിലും ഉപയോഗത്തിലും പിടിക്കപ്പെടുന്നവർ നിയമത്തിന്റെ പഴുതുകളിലൂടെ രക്ഷപ്പെടുന്ന സാഹചര്യം കുറ്റകൃത്യം ആവർത്തിക്കാൻ കാരണമാകുന്നു. നിശ്ചിത അളവിൽ ലഹരി പദാർത്ഥങ്ങൾ കൈവശം വയ്ക്കുന്നവർക്ക് ജാമ്യം ലഭിക്കുന്ന നിലവിലെ നിയമത്തിൽ ഭേദഗതി വരുത്തി കുറ്റകൃത്യം ആവർത്തിക്കാതിരിക്കാൻ നിയമനിർമ്മാണം നടത്തണമെന്ന് ചെയർമാൻ മസ്ജിദ് യുവജന കൂട്ടായ്മ പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു. പാവപ്പെട്ടവരെ ഓടിക്കാനില്ല, അതായത് ലഹരി ഇവിടെ, അതായത് ഈ സംസ്ഥാനത്തെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇന്ത്യൻ രാജ്യത്തെ തന്നെ നശിപ്പിക്കാൻ വേണ്ടി പുറത്തുനിന്നുള്ളവരുടെ ഒരു കൂട്ടായ്മ, അതാണ് ലഹരി. ഇവിടെ ലഹരി നമ്മളെ നശിപ്പിക്കാൻ വളരെ ഈസിയാണ്. എന്ത് ചെയ്താൽ മതി? ഒരു കുടുംബത്തിൽ ഒരാളെ ലഹരി ഉപയോഗിക്കാൻ പഠിപ്പിച്ച, മദ്യമാണെങ്കിലും മയക്കുമരുന്നാണെങ്കിലും വളരെ ഈസിയാണ് അല്ലേ? കാണുന്നില്ലേ ഇപ്പോൾ? അപ്പോൾ ഞങ്ങൾ ഈ ഒരു 10 വർഷം മുമ്പൊക്കെ നമുക്ക് വളരെ ഈസിയായിരുന്നു കുട്ടികളെ ബോധവൽക്കരിക്കും, മദ്യത്തിലേക്ക് പോകരുത്, മദ്യം കൊടുക്കാൻ പറ്റില്ല, 23 വയസ്സിൽ താഴെയുള്ള ഒരാൾക്കും മദ്യം അലോഡല്ല, കൊടുക്കാൻ പാടില്ല, കഴിക്കാൻ പാടില്ല. 10 വർഷത്തിന് മുമ്പൊക്കെ നമുക്ക് ജില്ലയിൽ തന്നെ ഒരു മാസം ഒരു 5 കേസോ മറ്റേ നർക്കോട്ടിക് കേസുകൾ 5, ചിലപ്പോൾ അതും ഉണ്ടാവില്ല.
ആനന്ദാദർശ പ്രചരണ പദ്ധതിയുമായി വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കാൻ കൊല്ലങ്കോട് ചേർന്ന ശിവയോഗി ദർശന സംസ്ഥാനതല കൂട്ടായ്മ തീരുമാനിച്ചു. VN സുജയ ഉദ്ഘാടനം ചെയ്തു. CP കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു. പ്രഭാകരൻ പഴശ്ശി, CK വേലായുധൻ, KA ചാമുണ്ണി, ശിവരാമൻ പട്ടഞ്ചേരി, സുരേന്ദ്രൻ ആയക്കാട് തുടങ്ങിയവർ സംസാരിച്ചു. ഇയങ്കോട് ശ്രീധരൻ പ്രസിഡന്റായും S രമണൻ സെക്രട്ടറിയായും ശിവയോഗി സ്മാരക സൊസൈറ്റി രൂപീകരിച്ചു. ആദ്യമായിട്ട് വേണ്ടത് ഈ മതത്തിന്റെ ചട്ടക്കൂടിനകത്തുള്ള മാറ്റം. ആ മതത്തിന്റെ ചട്ടക്കൂടിനകത്തുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ബുദ്ധന്റെ കാലഘട്ടം മുതൽ ജൈനനും ബുദ്ധനും അവരൊക്കെ തുടങ്ങി, ചാവാകന്മാരൊക്കെ തുടങ്ങിയിട്ട്. അതുപോലെ മറ്റു പല പ്രശ്നങ്ങൾ പലതും ഉണ്ടായിരുന്നു. കബീറും എല്ലാവരും കൊണ്ടുവന്നിരുന്നത് ഈ രീതിയിലെ ചിന്തകളായിരുന്നു. പക്ഷേ ഉത്തരേന്ത്യയിൽ എന്ന് പറയുന്നതും നമ്മുടെ കേരളത്തിൽ എന്ന് പറയുന്ന ഒരു വ്യത്യാസമുണ്ട്. ഉത്തരേന്ത്യയിൽ ഉണ്ടായിരുന്നത് വരേണി വിഭാഗത്തിലുണ്ടായിരുന്ന നേതാക്കന്മാർ അല്ലെങ്കിൽ ദാർശനികന്മാരായിരുന്നു രംഗത്തേക്ക് വന്നിരുന്നത്. സ്വജന സമുദായ സഭ പറവൂർ യൂണിയൻ 11ാമത് വാർഷിക സമ്മേളനം നടന്നു. സംസ്ഥാന പ്രസിഡന്റ് PK രാജപ്പൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജയപ്രസാദ് അധ്യക്ഷനായി. സ്വജന സമുദായ സഭ വനിതാ വിംഗ് സംസ്ഥാന പ്രസിഡന്റ് ശോഭ സുരേഷ്, ചെറായി ശാഖാ പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ, MD വേണു, A ശശിധരൻ, അടുവാശ്ശേരി ശാഖാ പ്രസിഡന്റ് ഡോക്ടർ ശശി, MK സുഭാഷ്, KV സുരേഷ്, പത്മിനി ദിനേശൻ, TP സുബ്രഹ്മണ്യൻ, മിനി ഹരി, KP അനിൽ, വത്സകുമാർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് അവാർഡ് വിതരണവും വിവിധ കലാപരിപാടികളും നടന്നു. സ്വർണ്ണവിലയിൽ ഇന്നും ഇടിവ്. 120 രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 65,720 രൂപയായി. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 8,215 രൂപയായി. 4 ദിവസത്തിനിടെ 76 രൂപയാണ് സ്വർണ്ണത്തിന് കുറഞ്ഞത്. ജനുവരി 22-നാണ് പവന്റെ വില ചരിത്രത്തിലാദ്യമായി 60,000 കടന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടുങ്ങല്ലൂരിൽ നിയന്ത്രണം വിട്ട കാർ ബസ്സിലിടിച്ച് 6 പേർക്ക് പരിക്കേറ്റു. കാർ യാത്രക്കാർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ശൃംഗപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിന് സമീപം ഞായറാഴ്ച വൈകിട്ടായിരുന്നു അപകടം. പൊയ്യ പഞ്ചായത്ത് ബജറ്റ് അവതരണം നടന്നു. തരിച്ചുരഹിത പഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടെ നെൽകൃഷിക്ക് ഊന്നൽ നൽകിയുള്ള ബജറ്റ് വൈസ് പ്രസിഡന്റ് TK കുട്ടൻ അവതരിപ്പിച്ചു. സ്വർണ്ണവിലയിൽ ഇടിവ്. 120 രൂപ കുറഞ്ഞ് ഒരു പവൻ സ്വർണ്ണത്തിന്റെ വില 65,720 രൂപയായി. ഗ്രാമിന് 15 രൂപ കുറഞ്ഞ് 8,215 രൂപയായി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.